أوقد النار والفسنا حتى احمرت ثم أوقد الفسنا حتى ابيضت ثم أوقد الفسنا حتى سودت وهي سوداء مظلمة. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഊഖിദ النار ألف سنة. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ 1000 വർഷം നിരന്തരമായി രാവും പകലും അല്ലാഹു കത്തിച്ചുവത്രേ. ഹത്ത ഹമറത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു പോയി സാബ. ثم أوقد ألف سنة, വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കത്തിക്കുകയാണ്. ഹത്ത ബിയല്ലത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തു പോയി സാബ. ثم أوقد ألف سنة, വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. ഹത്ത സുവദ്ദത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി സാബ. 1000 കൊല്ലം നിരന്തരമായി കത്തിച്ചതാകുന്ന നരകം, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നുപോയിട്ട് വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ച് 2000 കൊല്ലം നിരന്തരമായി രാവും പകലും കത്തിച്ച് അതിന്റെ നിറം വല്ലാതെ വെളുപ്പാക്കി മാറ്റി വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു കത്തിക്കാൻ ഓർഡറുകയാണ്. 3000 വർഷം രാവും പകലും നിരന്തരമായി കത്തിച്ചതിന് ശേഷം ഹത്ത സുവദ്ദത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി സാബ. വഹിയ സൗദാഉൻ മുദ്ലിമാ, വല്ലാതെ കറുകറുത്ത കൗകമാണ്, കറുകറുത്തതായ രംഗമാണ്. ആര് കണ്ടാലും ഭയക്കുന്നതായ കോലമാണ് സാബ. തീർന്നില്ല തീർന്നില്ല. അറളുഹാ മിൻ റസാസ്, നരകത്തിന്റെ താഴ്ഭാഗത്തെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നരകത്തിന്റെ താഴ്ഭാഗം ഈയമാണ്, ഈയമാണ്. വസഖഫഹാ മിൻ നുഹാസ്, നരകത്തിൻ്റെതാകുന്ന മുകൾ ഭാഗം കോൺക്രീറ്റ് അല്ല, കോൺക്രീറ്റ് അല്ല, നരകത്തിന്റെ മുകൾ ഭാഗം ചെമ്പിനാലാണ്, ചെമ്പിനാലാണ്. താഴ്ഭാഗം ഈയത്തിനാലാണ്, ചൂട് വന്നാൽ പ്രയാസമാണ്. മുകൾ ഭാഗം ചെമ്പാണ്. ഒരു ചെമ്പിന്റെ പാത്രം, അതിലേക്ക് നല്ലതുപോലെ ചൂട് പിടിപ്പിക്കപ്പെട്ടാൽ ആ ചൂട് എത്ര കാലമാണ്, എത്ര മണിക്കൂറാണ് നിലനിൽക്കുക? 3000 വർഷം നിരന്തരമായി രാവും പകലും കത്തിക്കപ്പെട്ടതായ നരകം. ആ നരകത്തിന്റെ താഴ്ഭാഗം ഈയമാണ്, അതിന്റെ മുകൾ ഭാഗം ചെമ്പാണ് സാബ. തീർന്നില്ല തീർന്നില്ല. വഹീതാനുഹാ മിൻ കിബ്രീത്, നരകത്തിന്റെ ചുറ്റുഭാഗം മുഴുവനും ഗന്ധകമാണ്, ഗന്ധകമാണ്, പുകപടലമാണ്. ആര് കണ്ടാലും പേടിക്കുന്ന കോലമാണ്. വല്ലാതെ കറുകറുത്ത ചൂടുള്ളതായ നരകമാണ്, വല്ലാത്ത ഭയാനകമായ ലോകമാണ്. ആ നരകത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറന്നു വിട്ടുകൊണ്ട് നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക് അലൈഹിസ്സലാം ആ നരകത്തെ കൊണ്ടുവരാൻ വേണ്ടി അല്ലാഹു കൽപ്പിക്കുന്നത്. നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക് അലൈഹിസ്സലാം ആശങ്ക അറിയിക്കുകയാണ്, ഈ നരകവുമായി നാം മഹ്ശറിലേക്ക് കടന്നു വന്നാൽ എങ്ങനെയാണ് മുത്തുനബിയുടെ ഉമ്മത്തിനെ സഹിക്കുക? വഹുമുൽ ദുഅഫാഉൽ മുദ്നിബൂൻ, അവർ ദോഷികളാണ്, അവർ ബലഹീനരാണ്, അവർ പാവപ്പെട്ടതാകുന്ന ജനകോടികളാണ്. അവസാനം നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക് അലൈഹിസ്സലാം നരകത്തിന്റെ ചാരത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് നരകത്തെ വിളിക്കുകയാണ്, വിളിക്കുകയാണ്. യാ നാറു ഖൂമി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, നരകത്തെ കാക്കുന്ന മലക്കാകുന്ന മാലിക് അലൈഹിസ്സലാം നരകത്തിന്റെ ചാരത്ത് നിന്നുകൊണ്ട് നരകത്തെ വിളിക്കുകയാണ്, അല്ലയോ നരകമേ, നരകമേ, മഹ്ശറിലേക്ക് നീ വരണേ, നീ ഒന്ന് എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ. ഫയഖൂമു അലാ അർബഅത്തി ഖവായിമ,
അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സഹാബാ, 4 കാലുകളുടെ മേൽ നരകമങ്ങ് എഴുന്നേറ്റ് നിൽക്കുമത്രേ. ഇരുകാലികളാകുന്ന മനുഷ്യരില്ലയോ? ഈ ദുനിയാവിൽ കള്ളുകുടിച്ചുകൊണ്ട് നിലകൊണ്ടവരില്ലയോ? ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിലകൊണ്ട ചെറുപ്പക്കാരില്ലയോ? അവർക്ക് വിലങ്ങതടിയായി 4 കാലുകളുള്ള നരകത്തെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുകയാണ്. വലഹാ അർബഅതു ഖവായിമാ, നരകത്തിന് 4 കാലുകളുണ്ട് സഹാബ. വഹിയ ഫിൽ മഹല്ലില്ലദീ ഖലഖഹല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സൃഷ്ടിച്ചത് എവിടെയാണോ ആ സ്ഥലത്ത് തന്നെ നിലനിൽക്കുകയാണ്. ഇന്ന് വരെ അനങ്ങിയിട്ടില്ല, ഇന്ന് വരെ പതറിയിട്ടില്ല, ചിതറിയിട്ടില്ല. ആ സ്ഥലത്ത് തന്നെ എഴുന്നേറ്റങ്ങ് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹ്ശറിൽ നിൽക്കുന്ന ജനകോടികൾ മുഴുവനും നരകത്തെ ദൂരെ അതാ കാണുകയാണ്. വബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫി ആം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സഹാബാ, നരകത്തിന്റെ ഒരു കാലിൽ നിന്ന് രണ്ടാമത്തെ കാലിലേക്കുള്ള വഴിദൂരം 1000 വർഷമാണ്. 1000 വർഷമാണ്. ആ നരകത്തിന്റെ നീളത്തെ പറ്റി, അതിന്റെ വ്യാസത്തെ പറ്റി റസൂലുള്ള പഠിപ്പിക്കുകയാണ്. ഒന്ന് ചിന്തിക്കണേ സഹോദര, ഒന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ട ഉമ്മ. ഈ ദുനിയാവിൽ നമസ്കരിക്കാതെ, ഈ ദുനിയാവിൽ നോമ്പ് പിടിക്കാതെ, ഈ ദുനിയാവിൽ സുഹൃതങ്ങൾ അനുഷ്ഠിക്കാതെ, ഈ ദുനിയാവിൽ പാപങ്ങളുടെ കണ്ണീരപ്പാതെ, ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മഹിമ തിരിച്ചറിയാതെ, അവരെ കുറിച്ച് മോശത്തരം പറഞ്ഞുകൊണ്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും വാൾ പോസ്റ്റും ഒക്കെ എഴുതിക്കൊണ്ട് നടക്കുന്നതായ സഹോദരങ്ങളില്ലയോ, സഹോദരിമാരില്ലയോ? പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിന്റെ കോലം റസൂലുള്ള പറയുകയാണ്. 3000 വർഷം നിരന്തരമായി രാവും പകലും കത്തിച്ചിട്ട് കറുകറുത്തതാകുന്ന നരകം, ആ നരകത്തിന് 4 കാലുകളുണ്ടത്രേ. ഒരു കാലിനടുത്ത കാലിലേക്കുള്ള വഴിദൂരം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. അതിശീഘ്രമാകുന്ന ഒരു കുതിര എടുത്തുകൊണ്ട് ഒരു കാലിൽ അടുത്ത കാലിലേക്ക് നീ യാത്ര ചെയ്താൽ 1000 വർഷം കഴിയുമത്രേ. വബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫി ആം, 1000 വർഷം വഴിദൂരമാണ്, വഴിദൂരമാണ്. നീ ചിന്തിക്കുന്നത് പോലെയായി നരകത്തെ നീ കാണരുതേ. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞത്. ആകാശത്ത് മിന്നത്തിളങ്ങുന്ന അനന്തോടി നക്ഷത്ര താരകങ്ങൾ, ആകാശത്ത് മനുഷ്യന് പകൽ വെളിച്ചം തരുന്ന സൂര്യൻ, രാത്രിയിൽ പ്രഭ തരുന്നതാകുന്ന ചന്ദ്രൻ, ആ ചന്ദ്രനും സൂര്യനുമെല്ലാം ഈ നരകത്തിനുള്ളിലേക്ക് വന്നുകൊണ്ട് അടങ്ങുന്നതാണ്, നരകത്തിനുള്ളിൽ പ്രവേശിക്കുന്നതാണ്. നീ ഒന്ന് ചിന്തിക്കണേ. സൂര്യൻ്റെതാകുന്ന വലിപ്പത്തെ പറ്റി ശാസ്ത്രലോകം പറയുകയാണ്. ആകാശത്ത് മിന്നിത്തിളങ്ങുന്നതാകുന്ന 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീർപ്പുന്ന സൂര്യൻ ഈ ഭൂമിയേക്കാൾ 15 ലക്ഷത്തോളം വലിപ്പമുള്ളതാണ്, വലിപ്പമുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി 15 ലക്ഷത്തോളം വലിപ്പമുള്ളതാണ്. ആകാശത്ത് മിന്നിത്തിളങ്ങുന്നതായ സൂര്യനെങ്കിൽ ആ സൂര്യനെ ഉൾക്കൊള്ളാനും ചന്ദ്രനെ ഉൾക്കൊള്ളാനും വ്യാസമുള്ളതാണ് നരകമെന്നുള്ളതെന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്രമാത്രം നീളമാണ്, എത്രമാത്രം വ്യാസമാണ്, എത്രമാത്രം പരപ്പാണ്. നഊദു ബില്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ നരകത്തെ അങ്ങ് എഴുന്നേൽക്കുമ്പോൾ തന്നെ തഫൂറു ജഹന്നമ, നരകമങ്ങ് തിളച്ചു മറിയുകയാണ്. വല്ലാത്തൊരു സന്തോഷത്താൽ സൃഷ്ടിച്ചിട്ട് ഇന്നുവരെ വിളി കേൾക്കാതെ നിലകൊള്ളുകയല്ലയോ. വഹിയ ഫിൽ മഹല്ലില്ലദീ ഖലഖഹല്ലാഹ്, അല്ലാഹ് സൃഷ്ടിച്ച സ്ഥലത്ത് തന്നെ നിലകൊണ്ടതാകുന്നതായ നരകം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ തഫൂറു ജഹന്നം, ജഹന്നം എന്ന നരകം അങ്ങ് തിളച്ചു മറിയുകയാണ്. വല്ലാത്ത രംഗമാണ്
സാബ 30,000 തലകളാണ് നരകത്തിനുള്ളത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഓരോ തലകളിലും 30,000 വായകളാണ്, 2 ചുണ്ടുകളാണ്, മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകളാണ്. തീർന്നില്ല 70,000 കടിഞ്ഞാണുകളാണ് നരകത്തിന് അല്ലാഹു നൽകിയിട്ടുള്ളത്. ഓരോ കടിഞ്ഞാണുകളിലും 70,000 മലക്കുകളാണ്. 70,000 കടിഞ്ഞാളുകളുണ്ട്. ഓരോ കടിഞ്ഞാണിന്മേലും 70,000 മലക്കുകളുണ്ട്. അഥവാ ചരിത്രം രേഖപ്പെടുത്തുന്നു 490 കോടിയോളം മലക്കുകളാണ് നരകത്തിന്റെ മേൽ അധീനപ്പെടുത്തിയിട്ടുള്ളത്. അലൈഹാ മലായിക ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, അതിശക്തരായ മലക്കുകളാണ്, പരിപരുത്ത ഹൃദയത്തിൻ്റെതായ മലക്കുകളാണ്. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളെ പരിപൂർണമായി ശിരസാവഹിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുകയും ചെയ്യുന്നതായ ഒരു കൂട്ടം മലക്കുകളാണ്. അല്ലാഹു ചെയ്യരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി തൃണവൽഗണിക്കുകയും ചെയ്യുന്ന മലക്കുകളാണ്. 490 കോടിയോളം വരുന്ന മലക്കുകൾ. 70,000 കടിഞ്ഞാണുകളിൽ ഓരോ കടിഞ്ഞാണുകളിലും 70,000 മലക്കുകൾ വീതം, അഥവാ 490 കോടിയോളം മലക്കുകളാണ് നരകത്തിന്റെ മേൽ അധീനപ്പെടുത്തിയിരിക്കുന്നത്. ആ നരകത്തിന്റെ മേൽ അധീനപ്പെടുത്തിയതാകുന്ന മലക്കുകൾ മുഴുവൻ ആളുകളും ആ നരകത്തിന്റെ കടിഞ്ഞാണുകൾ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് മഹ്ശറയിലേക്ക് കടന്നു വരുകയാണ്. وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد ولا يوثق وثاقه أحد. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗം വിശദീകരിക്കുകയാണ്. 490 കോടിയോളം വരുന്നതായ മലക്കുകൾ ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാമിന്റെ അകമ്പടിയോടുകൂടി നരകത്തെ മഹ്ശറയിലേക്ക് വലിച്ചു കൊണ്ടുവരുകയാണ്. 4 കാലുള്ള നരകം, 30,000 തലകളുള്ള നരകം, ഓരോ തലകളിലും 30,000 വായുകളുള്ള നരകം, 2 ചുണ്ടുകളുള്ള നരകം, മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകൾ ഘടിപ്പിക്കപ്പെട്ടതായ നരകം, 70,000 കടിഞ്ഞാനുള്ള നരകം, 70,000 കടിഞ്ഞാണിലെ ഓരോ കടിഞ്ഞാണിന്മേലും 70,000 മലക്കുകൾ വീതമുള്ള നരകം. ആ നരകത്തെ ഇതാ മലക്കുകൾ വലിച്ചുകൊണ്ട് കടന്നു വരുകയാണ്. വല്ലാത്ത രംഗമാണ്. സാബ തർമി ബിശറനിൻ കൽ ഖസർ കഅന്നഹു ജിമാലതു സുഫർ. കൊട്ടാര സമാനമായുള്ള തീപ്പൊരികൾ ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരുകയാണ്. മഞ്ഞ നിറത്തിലുള്ള ഒട്ടകങ്ങൾ കുതിച്ച് ചാടുന്നത് പോലെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് തീപ്പൊരികൾ കടന്നു വരുന്ന പോലെ ജനങ്ങൾക്ക് തോന്നുകയാണ്. അല്ല, തോന്നലല്ല, അതൊരു തോന്നലല്ല, വ്യക്തമായി ജനങ്ങൾ കാണുകയാണ്. വല്ലാത്ത രംഗമാണ്. സാബ ജനങ്ങൾ മുഴുവനും ഭയവിഹ്വലരായി ഓടിമാറുകയാണ്. 490 കോടിയോളം വരുന്നതായ മലായിക്കത്തുകൾ പിടിച്ചുകൊണ്ട് നരകത്തെ കൊണ്ടുവരുകയാണ്, മഹ്ശറയിലേക്ക് തെളിച്ചുകൊണ്ട് വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സാബ ആ കോടാനു കോടി മലക്കുകളുടെ കയ്യിൽ നിന്ന് നരകമങ്ങ് വഴുതി മാറിപ്പോകുമത്രേ. അവരുടെ കൈകളിൽ പിടിച്ചാൽ കിട്ടുന്നില്ല. അതിശക്തരെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയതാകുന്ന മലക്കുകൾ ആ മലക്കുകളുടെ കയ്യിൽ നിൽക്കാതെ ഇതാ നരകം മഹ്ശറയിലേക്ക് കപ്പിത്താനില്ലാത്ത കപ്പല് കടലിൽ കിടന്നുകൊണ്ട് ആടിയുലയുന്നത് പോലെ മഹ്ശറയിലേക്ക് വല്ലാത്തൊരു ഇരമ്പലോടുകൂടി വല്ലാത്തൊരു ശബ്ദത്തോടുകൂടി കടന്നു വരുകയാണ്.
സഫീർ വശഹീഖ്. വല്ലാത്തൊരു ഇരമ്പലാണ്, വല്ലാത്തൊരു ശബ്ദ കോലാഹലമാണ് സാബ. അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ജനങ്ങൾ മുഴുവനും അന്ന് കാണുന്നത് തറാ കുല്ല ഉമ്മത്തിൻ ജാസിയ, ജനങ്ങളെ മുഴുവനെ കാണാൻ സാധിക്കും മുട്ടിൽ കെട്ടിക്കൊണ്ട് ഭയവിഹ്വലരായി പേടിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. എന്താകുമെന്ന് കരുതുന്നില്ല. ജീവിതത്തിൽ സുഹൃതങ്ങൾ അനുഷ്ഠിക്കാത്തവനാണ്, ജീവിതത്തിൽ നന്മകൾ ചെയ്യാത്തവനാണ്, ജീവിതത്തിൽ പാവങ്ങളുടെ കണ്ണീരപ്പാത്തവനാണ്, ജീവിതത്തിൽ സിനിമകൾ കണ്ട് കണ്ണുകളെ മലീമസപ്പെടുത്തിയതായ വ്യക്തിയാണ്. ഒരുപാട് വാദങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ആ വാദങ്ങൾ കേട്ടുകൊണ്ട് മറുകാതിലൂടെ കടത്തിവിട്ടതായ സഹോദരിയാണ്. സ്വന്തം ഭർത്താവ് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് തനിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകന്മാരുമായി രഹസ്യമായി ഭാഷണം നടത്തിയതായ സഹോദരിയാണ്. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞപ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റുള്ള സഹോദരിമാരുമായി ചങ്ങാത്തം പുൽകിയതായ സഹോദരനാണ്. എല്ലാവരും മഹ്ശറിൽ നിന്നുകൊണ്ട് വിറങ്ങലിക്കുന്നതായ ഘട്ടത്തിൽ ഇതാ നരകം മലക്കുകളുടെ കയ്യിൽ നിന്ന് വഴുതി മാറി മഹ്ശറിലേക്ക് കടന്നു വരുകയാണ്. അല്ലാതെ അടിയുലഞ്ഞ അവസാനം ഈ ലോകത്തിന് തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ പടച്ചറപ്പിന്റെ മുന്നിൽ വന്നുകൊണ്ട് നരകം സുജൂദ് ചെയ്യുമത്രേ, നരകം സുജൂദ് ചെയ്യുമത്രേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വതസ്ജുദു ബൈന യദയില്ലാഹ്, നരകം അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കടന്നുകൊണ്ട് പറയുകയാണ്, ഖല്ലി ബൈനി വബൈന അസ്വാജി, അല്ലാഹുവേ പടച്ചറപ്പേ, എനിക്കും എന്റെ ഇണകൾക്കിടയിൽ വന്ന് ചേർത്തി തരണേ അല്ലാ, എനിക്കെന്റെ ഇണയെ നൽകണേ അല്ലാ, ഞാൻ എന്റെ ഇണയെ ചോദിക്കുന്നു അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന ചോദിക്കുകയാണ്, വമൻ അസ്വാജുകി യാ നാർ, ആരാണ് നരകമേ നിന്റെ ഇണകൾ? ഒന്ന് പറയണേ പറയണേ, ആരാണ് നിന്റെ ഇണകൾ? ഒന്ന് പറയണേ പറയണേ. നരകമുടനെ അല്ലാഹുവിനോട് പറയുമത്രേ, കുല്ലു മുതകബ്ബിരിൻ ജബ്ബാർ, ഈ ദുനിയാവിൽ ധിക്കാരികളായി കഴിഞ്ഞതായ സമൂഹമില്ലയോ? സമ്പത്തിന്റെ പളപളപ്പിൽ വിരാജിച്ചതായ ആളുകളില്ലയോ? സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ടതാകുന്ന മക്കളില്ലയോ? മക്കളെ കൊണ്ടുപോയി അമ്മത്തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞതായ രക്ഷിതാക്കളില്ലയോ? സ്വന്തം സഹോദരങ്ങളെ സമ്പത്തിന് വേണ്ടി അറുകുല നടത്തിയതായ സഹോദരിമാരില്ലയോ? 2 വയസ്സുള്ള അൽഫൈൻ എന്ന പൊന്നുമോന് പോലും സൈനൈഡ് കൊടുത്തുകൊണ്ട്, ബ്രെഡിൽ സൈനൈഡ് കൊടുത്തുകൊണ്ട് കൊന്നുകളഞ്ഞതായ ജോളി എന്ന സഹോദരി അടക്കം സമ്പത്തിന് വേണ്ടി ദുനിയാവിൽ ആർഭാട ജീവിതം നയിക്കാൻ വേണ്ടി പാവങ്ങളെ കൊന്നൊടുക്കിയതായ ആളുകളില്ലയോ? സ്വന്തം ഭർത്താവിനെ, ഭാര്യയെ, മക്കളെ, കുടുംബാദികളെ, അയൽവാസികളെ, നാട്ടുകാരെ, ബന്ധുക്കളെ പലരെയും കൊന്നു കളഞ്ഞുകൊണ്ട് ദുനിയാവിന് പിറകെ, ഈ ദുനിയാവ് എന്നും ശാശ്വതമാണെന്ന കണക്കിൽ ജീവിച്ചു തീർത്ത ആളുകളില്ലയോ? നമസ്കരിക്കാത്തവരില്ലയോ? നോമ്പ് പിടിക്കാത്തവരില്ലയോ? അഹങ്കരിച്ചുകൊണ്ട് നടന്നതായ ആളുകളില്ലയോ? അവരാണ് എന്നെ ഇണകളല്ല, അവരെ എനിക്ക് വേണം അല്ലാ, അവരെ എനിക്ക് വേണം അല്ലാ. ഖല്ലി ബൈനി വബൈന അസ്വാജി, അവരെ എനിക്ക് താ അല്ലാ എന്ന് പടച്ചറബിനോട് നരകം കടന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അല്ല പറയും, ഇവൻ ആവശ്യപ്പെടുന്നവരെ കൊണ്ടുവാ, അവന്റെ വയറ് നിറച്ചു കൊടുക്കും. മഹ്ശർ അവിടെ നിന്നാണ് ആരംഭിക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മഹ്ശറയുടെ ഭീകരതയാണ്, മഹ്ശറയുടെ തുടക്ക ഘട്ടമാണ് ഈ പറയുന്നത്. നരകം കൂടി വരാതെ 4ാമത്തെ ഘട്ടം തുടങ്ങൂല എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നരകത്തിന്റെ ആ വരവ്, നരകത്തിന്റെ രംഗം ചെറുതല്ല. ഞാൻ വളരെ ചുരുക്കി വിവരിച്ചതാണ്. ചുരുക്കി പറഞ്ഞ നരകം ഒരുപാടുണ്ട് പറയാൻ. നരകത്തെക്കുറിച്ച് പറഞ്ഞത് കത്തിയാളുന്ന നരകം, നരകം പറയാൻ ബാക്കി വെച്ചത് നിങ്ങൾക്ക് പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരുപാടുണ്ട് വിശാലമായിട്ട്. ഇനിയിപ്പോൾ ഈ ജീവിത ഘട്ടങ്ങൾ പറഞ്ഞ് അതിലൂടെ അങ്ങ് കൊണ്ടുവന്നെന്ന് മാത്രം. കാരണം നമ്മളൊരു വാല് കേട്ടിട്ട് പോകുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം, അതിനുവേണ്ടി പറഞ്ഞതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൗ അന്ന ഹിസാമ ഇബ്റത്തിൻ ഫുതിഹ മിൻഹാ ലഹ്തറക അഹ്ലുദ് ദുനിയാ അൻ ആഖിരിഹിം മിൻ അവ്വലിഹാ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകത്തിന് ഒരു ചെറിയ ദ്വാരം, ഒരു സൂചിമുനയുടെ ദ്വാരമെങ്ങാണമിട്ടാൽ അത് ഈ ഭൂമുഖത്തേക്കാണ് അത് തുറന്നിട്ടതെങ്കിൽ ഈ ഭൂമിയിലുള്ളതാകുന്ന സർവ്വ ജീവജാലങ്ങളും ആ ഒരൊറ്റ ചെറിയ ദ്വാരത്തിലൂടെ കടന്നു വരുന്ന ചൂട് നിമിത്തമായി മരിച്ചു പോകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുഴുവൻ ആളുകളെ കത്തിച്ചാമ്പലാവും. എന്താണ്? നരകത്തിന്റെ ഒരു സൂചിമുനയുടെ അത്ര ദ്വാരം ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടാൽ ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളും മരിച്ചു വീഴും. നരകത്തിന്റെ ചൂടതാണ്. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൗ അന്ന സൗബം മിൻ സിയാബി അഹ്ലിന്നാർ ലൗ ഉല്ലിഖ ബൈന السماء والأرض لمات جميع الأرض من نتنها أو من حرها. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൗ അന്ന സൗബം മിൻ സിയാബി അഹ്ലിന്നാർ, നരകാവകാശികൾ അവിടേക്ക് കടക്കുമ്പോൾ അവർക്ക് ധരിപ്പിക്കപ്പെടുന്നതായ വസ്ത്രം, ആ വസ്ത്രമെങ്ങാണം ആകാശഭൂമികളിൽ എവിടെയെങ്ങാണം ഒന്ന് ഉടക്കിയിട്ടാൽ, നമ്മുടെ ജയിലിൽ പോകുമ്പോൾ ഉണ്ടാവൂല നമ്പർ 310, 700, 710 എന്നൊക്കെ പറഞ്ഞ് നമ്പർ കൊടുക്കും അല്ലേ, പ്രസിഡന്റ് കൊടുക്കും. അതേപോലെ നരകത്തിൽ കയറുമ്പോഴും ഉണ്ട്, അവിടെയും ഉണ്ട് എന്ത്? ഡ്രസ്. അവിടെ ചെരുപ്പുണ്ട്, ഹദീസിലുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നരകത്തിൽ ചെരുപ്പുണ്ട്, നരകത്തിൽ ഡ്രസ്സുണ്ട്. നരകത്തിലേതാകുന്ന ഡ്രസ് ലൗ അന്ന സൗബം മിൻ സിയാബി അഹ്ലിന്നാർ, നരകാവകാശികളുടെ വസ്ത്രമെങ്ങാണം ഇടണ്ട ആകാശഭൂമികളിൽ എവിടെയെങ്ങാണം ഒന്ന് ഉടക്കിയിട്ടാൽ, എവിടെയെങ്കിലും നായങ്കര് കൊളുത്തി ഇട്ടാൽ മതി, ലമാത്ത ജമീഉൽ അർളി മിൻ നതിനിഹാ ഓ മിൻ ഹുരിഹാ, ഈ ഭൂമി ലോകത്തുള്ളതാകുന്ന മുഴുവൻ സൃഷ്ടിജാലങ്ങളും അതിൽ നിന്ന് വരുന്ന ദുർഗന്ധ നിമിത്തമായിട്ടോ ചൂട് കാരണമായിട്ടോ മരിച്ചു വീഴുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഇട്ടാ പിന്നെന്തായിരിക്കും? ഇടണ്ട, എവിടെയെങ്കിലും ഉടക്കിയിട്ടാൽ മതി. ആകാശഭൂമികളിലുള്ളതാകുന്ന ഈ സൃഷ്ടിമാത്ത ജമീഉൽ അർളി, ഈ ഭൂമിയിലുള്ളതാകുന്ന സർവ്വജീവജാലങ്ങളും മുഴുവനും ആ ഒരൊറ്റ ഡ്രസ്സിന്റെ കാരണത്താൽ, ഒരു ഡ്രസ്സാണ്, എല്ലാവർക്കും ഉള്ളതല്ല, ഒരു ജോഡി ഡ്രസ്സ് മാത്രം എവിടെയെങ്കിലും ഒന്ന് ഉടക്കിയിട്ടാൽ അതിന്റെ ചൂട് കാരണമായിട്ട് ഈ ഭൂമുഖത്തുള്ളതാകുന്ന സർവ്വരും മരിച്ചു വീഴും. ഒന്നില്ലെങ്കിൽ അതിന്റെ ചൂട്, അല്ലെങ്കിൽ അതിന്റെ ദുർഗന്ധം, നാറ്റം കാരണം. അങ്ങനെയാണല്ലോ, നമുക്ക് വീട്ടിൽ ഒരു എലി ചത്ത് കിടന്നാൽ തന്നെ ഭയങ്കര നാറ്റായിരിക്കും. ഒരു 10 എണ്ണാണെങ്കിലോ ഒന്നുകൂടി ബുദ്ധിമുട്ടായിരിക്കും, ആകെ ഛർദ്ദിച്ച് അവശനാവും. ഇതിന്റെ നാറ്റവും ദുർഗന്ധവും അത്രമേൽ വലുതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നരകവാസികൾക്ക് ധരിപ്പിക്കുന്ന വസ്ത്രമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചെറിയ കാര്യമല്ല. നരകം എന്ന് പറയുന്നത് 2 വിറകുള്ളികൾ ചേർത്ത് വെച്ച് കത്തിക്കുന്നതല്ല. നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന നരകമല്ല ഈ നരകം, മനസ്സിലാക്കണം. നമ്മളെ വലിയ ചെറിയൊരു സംഭവമാണ്, കുറച്ച് തീയിട്ട് കത്തിക്കാണെന്ന് കരുതും. അങ്ങനെയല്ല, ഹദീസുണ്ട്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വലൗ ജുമിഅ ഹതബുദ് ദുനിയാ കുല്ലഹാ ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ ജസാഇ ജഹന്നമ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ, ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും സസ്യലതാദികളും മുറിച്ച് മരക്കഷ്ണങ്ങളാക്കി, അതെല്ലാം വിറകുള്ളികളാക്കി, അത് മുഴുവനും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ ജസാഇ ജഹന്നമ, നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണൊരു ഭാഗമാണ് സാബാ, ഒരു ചെറിയൊരു ഭാഗമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. 100-ൽ 1 ഭാഗം അത്രയേ ഉള്ളൂ.